परमेश्वर के नाम की महिमा हो। ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. परमेश्वर के वचन के साथ बैठना और परमेश्वर का वचन का अध्ययन करना वाकई में एक विश्वासी के जीवन में बहुत ही अनुग्रह का एक विषय है. വചനം വായിക്കുക, വചനം പഠിക്കുക, ധ്യാനിക്കുക എന്ന് പറയുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാണ്. आज मैं जिस विषय की ओर आपका ध्यान लेकर जाना चाहूंगा वो न्यायों का पुस्तक है. कौन सा? न्यायों का पुस्तक, जजेस, द बुक ऑफ जजेस. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് അല്പസമയം ചിന്തിക്കുവാനായിട്ടാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. और जिस व्यक्ति के विषय में बात करना चाहता हूँ वो बहुत ही फैमिलियर व्यक्ति है. ഒരു വ്യക്തിയെ പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ये चिंता मेरे मन में इसलिए आया क्योंकि हम सब लोग इस दुनिया में परमेश्वर के लिए जीते हैं. ആ വ്യക്തിയെ കുറിച്ച് പഠിക്കുവാനായിട്ടുള്ള ചിന്ത വന്നതിന്റെ കാരണം നമ്മൾ എല്ലാവരും ഭൂമിയിൽ മനുഷ്യരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. और विश्वासी लोग केवल क्रिश्चियन को ही मालूम है कि एक विश्वासी को अपना जीवन का लेखा देना है और किसको देना है. വിശ്വാസികളായിരിക്കുന്ന നമുക്ക് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നല്ലതുവണ്ണം അറിയാമല്ലോ. हमारा जीवन का लेखा, अकाउंटेबिलिटी के बारे में हमें मालूम है और किसको देना है वो भी हमको मालूम है. നമ്മുടെ ജീവിതത്തിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്നും ആ ചുമതലകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും നമുക്കറിയാം. इसीलिए एक विश्वासी का जीवन में गवाही बहुत ही जरूरी है. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. क्योंकि जो गवाह है, साक्षी जो है, गवाही जो है वो कीमत नहीं है, कीमत चुकाया नहीं जा सकता है. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ചുമതലകൾ നമ്മൾക്ക് അതിനായിട്ടുള്ള നമ്മുടെ ആവശ്യബോധത്തോടുകൂടി ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. मैं न्यायी के पुस्तक द बुक ऑफ जजेस चैप्टर 12 वर्स 7 की ओर आपका ध्यान लेकर जाना चाहूंगा. चैप्टर 12 वर्स 7. 12ാമത്തെ അധ്യായത്തിന്റെ 7ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. यहाँ पर इस प्रकार 12 का 7 इस प्रकार लिखा है, यप्ता 6 वर्ष तक इसराइल का न्याय करता रहा. तब यप्ता गिलादी मर गया और उसको गिलाद के किसी नगर में मिट्टी दी गई. നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, യിഫ്താഹ് ഇസ്രായേലിൽ 6 സംവത്സരം ന്യായാധിപനായിരുന്നു. പിന്നെ ഗിലെയാദ്യനായ യിഫ്താഹ് മരിച്ചു. ഗിലെയാദ്യ പട്ടണങ്ങളിൽ ഒന്നിൽ അവനെ അടക്കം ചെയ്തു. अब जब न्यायों के विषय में अध्ययन करोगे तो इसराइल के पास लगभग 15 न्यायी है. ഈ ന്യായാധിപന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇസ്രായേലിന്റെ അകത്ത് 15 ന്യായാധിപന്മാരുണ്ടായിരുന്നു. और उसमें से हम लोग शामुएल के विषय में अंतिम न्याय के बारे में देख पाते हैं. അവിടെയാണ് ശമൂവേൽ പ്രവാചകനായിരിക്കുന്ന ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ അവസാനത്തെ ന്യായാധിപനായിട്ട് കാണുന്നത്. नहीं, अंतिम, he is the last judge, not in, we don't find him in the book of Judges. He is the last judge. ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുന്നില്ലെങ്കിലും താനായിരുന്നു അവസാനത്തെ ന്യായാധിപൻ. जब हम इस 7 पद को जो पढ़ा वो यप्ता के विषय में है. നമ്മൾ ഇവിടെ വായിച്ച വിഷയം യിഫ്താഹ് എന്ന് പറയുന്ന ആളിനെ കുറിച്ചാണ്. और इस 15 न्यायों में से बहुत लोगों ने बहुत साल तक इस्राएल पर राज किया. ഈ 15 ന്യായാധിപന്മാരിൽ അവർ അനേക വർഷങ്ങൾ യഹൂദന്മാരുടെ മധ്യത്തിൽ, ഇസ്രായേലിന്റെ മധ്യത്തിൽ അവർ ന്യായപാലനം ചെയ്തു. लेकिन सबसे कम में अगर गिनेगा तो यप्ता का नाम भी आता है. എന്നാൽ അതിൽ ഏറ്റവും കുറച്ച് സംവത്സരം ന്യായപാലനം ചെയ്ത വ്യക്തിയായിട്ടാണ് യിഫ്താഹിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. उसमें से यदि आप 8 पद को पढ़ोगे, 9 पद यानी कि 12 अध्याय का 8 से यदि आप 12 तक पढ़ोगे तो आपको समझ में आएगा कि कुछ न्यायों का विषय में लिखा है जो 7 साल 10 साल ऐसे राज किया बोल के. ഈ 12ാമത്തെ അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാല് വേറെ പല ന്യായാധിപന്മാര് 8ഉം 10ഉം അങ്ങനെ അനേകവിധമായിരിക്കുന്ന സംവത്സരങ്ങൾ ന്യായപാലനം ചെയ്തിട്ട് കാണാം. लेकिन उनके बारे में यदि आप देखोगे तो वो इतना साल राज किया, इतना साल न्याय किया, मर गया, इस प्रकार से लिखा है. എന്നാൽ അവരെ കുറിച്ച് നമ്മൾ വായിക്കുന്ന സമയത്ത് അവരെ ഇത്ര സംവത്സരം ന്യായപാലനം ചെയ്തു, പിന്നീട് അവർ മരിച്ചു എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് എഴുതിയേക്കുന്നത്. लेकिन जो यप्ता 6 साल तक इस्राएल पर राज किया उसके विश्वास योग्यता के बारे में बताने के लिए
परमेश्वर ने 47 वर्सेस को इस्तेमाल किया। ഈ ഇബ്താഖ് എന്ന് പറയുന്ന വ്യക്തി 6 സംവത്സരമേ രാജ്യഭാരം ചെയ്തു ഭരണം നടത്തിയുള്ളൂ എങ്കിലും തന്നെ കുറിച്ച് തന്നെ പറയുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് 47 വാക്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ऐसे क्यों है? एक विचार आता है हमारे दिमाग में, അങ്ങനെ എന്തുകൊണ്ടാണെന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കുവാനായിട്ട് ഇടയാകട്ടെ. क्योंकि हम लोग 12 अध्याय का हम लोग 11 पद को देखेंगे. 12ാമത്തെ അധ്യായത്തിന്റെ 11ാമത്തെ വാക്യത്തെ നമുക്ക് നോക്കാം. उसमें इस प्रकार से लिखा है, उसके बाद ज़बूलूनी एलोन इस्राएल का न्याय करने लगा और वो इस्राएल का न्याय 10 वर्ष तक करता रहा. इस प्रकार से लिखा है. 11ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണിക്കുന്നത്, അവന്റെ ശേഷം സെബൂലൂന്യനായ ഏലോൻ ഇസ്രായേലിന്റെ ന്യായാധിപതിയായി 10 സംവത്സരം ഇസ്രായേൽ ന്യായപാലനം ചെയ്തു. हाँ, यहाँ पर एक ज़बूलून निवासी या ज़बूलून गोत्रों से आया वाला एक एलोन बोल के एक व्यक्ति है जो इस्राएल के ऊपर 10 साल न्याय किया. इस प्रकार से लिखा है. ഇവിടെ ഏലോനായ സെബൂലൂന്യനായ ഏലോന് 10 വർഷം ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തത് മാത്രമേ കാണുന്നുള്ളൂ. लेकिन उसके बाद में वो कितना कैसे राज किया है, कैसे न्याय किया है, उसके बारे में कोई विवरण नहीं. इतना साल राज किया, मर गया, मिट्टी दिया, खाली यही लिखा है. ഇത്രയും മാത്രമാണ് അവൻ എങ്ങനെയാണ് ന്യായപാലനം ചെയ്തത് എന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും എഴുതാതെ അവൻ ഇത്ര നാള് ന്യായപാലനം ചെയ്തു, പിന്നെ അവൻ മരിച്ചു, ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. लेकिन यप्ता के विषय में जब हम अध्ययन करते, उसका एक ही विश्वास योग्यता को वर्णन करने के लिए परमेश्वर ने उसको 47 वर्सेस का इस्तेमाल किया, उसका एक विश्वास योग्यता को दिखाने के लिए. ഈ ഇബ്താഖ് എന്ന് പറയുന്ന വ്യക്തി 6 വർഷം ഭരിച്ചുള്ളൂ എങ്കിലും അവന്റെ വിശ്വാസ പ്രമാണം വെച്ചിട്ടുള്ള ജീവിതത്തെ കുറിച്ച് ഒരു കാര്യം മാത്രം പറയുവാനായിട്ട് 47 വാക്യം പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നുണ്ട്. क्रिश्चियन जीवन एक गवाही का जीवन है, एक साक्षी का जीवन है. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു അനുഭവ സാക്ഷ്യത്തിന്റെ ജീവിതമാണ്. क्योंकि किसी ने इस प्रकार से कहा, जब धन खोता है तो कुछ नहीं, और शरीर जब कुछ बीमार होता है या नष्ट होता कुछ नहीं, लेकिन एक व्यक्ति का चरित्र खराब हो जाता है तो सब कुछ खत्म हो जाता है. इस प्रकार से कहा है. നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ഒരു വ്യക്തിയുടെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അവന്റെ സ്വഭാവപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷെ അത് നശിച്ചു പോയാൽ എല്ലാം തീർന്നു എന്നാണ് പറയുന്നത്. क्योंकि गवाही जीवन एक विश्वासी जीवन का सबसे बड़ा मूल्य जीवन है. വിശ്വാസികളുടെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ അനുഭവ സാക്ഷ്യമായിരിക്കുന്ന ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. क्योंकि एक विश्वासी जब मरता है तो उसका डेड बॉडी के सामने आकर लोग उसका गवाही आकर देता है. ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞ സമയത്ത് പിന്നീട് ആ ശവത്തിന്റെ അടുക്കൽ വന്ന് അല്ലെങ്കിൽ മരിച്ച ശരീരത്തിന്റെ അവിടെ വന്നിട്ട് അവന്റെ സാക്ഷ്യങ്ങളാണ് പറയുന്നത്. यानी कि परमेश्वर के लिए उसने क्या किया और परमेश्वर के लोगों के लिए क्या किया, इसके विषय में लोग आकर गवाही देता है. അവർ വന്നിട്ട് ആൾക്കാർ വന്നിട്ട് സാക്ഷ്യം പറയുന്നത് അവൻ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു, ദൈവജനത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് അവർ പറയുന്നത്. इसीलिए गवाही जीवन बहुत ही महत्वपूर्ण है. അതുകൊണ്ട് നമ്മുടെ സാക്ഷ്യപൂർണമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. क्योंकि जॉर्ज मुलर के बारे में हम सबको पता है, वो एक ऐसा विश्वास का गवाही जीवन को जिया. ജോർജ് മുള്ളറെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴേ അറിയാവുന്നതാണ്, അവനൊരു വിശ്വാസ വീരന്റെ ജീവിതമാണ് ചെയ്തുകൊണ്ടിരുന്നത്. लोग इस प्रकार से कहता है कि here is a man who proved that God is living. പഠൻ वो कहता है कि यहाँ पर एक व्यक्ति है जिसने प्रमाण किया कि परमेश्वर जिंदा है. ഇവിടെ അവന്റെ ശവശരീരത്തിന്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ ഇതാ ഒരു മനുഷ്യൻ കിടക്കുന്നു, അവന്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ചതാണെന്ന്. क्योंकि वो अपने जीवन के द्वारा प्रमाण किया कि परमेश्वर जिंदा है. അവന്റെ ജീവിതത്തിൽ കൂടെ മുഴുവനും അവൻ കാണിച്ചു കൊടുത്തത് ദൈവം ജീവിക്കുന്നു എന്നുള്ളതാണ്. तो इसीलिए जब कोई भी जॉर्ज मुलर के बारे में अभी अध्ययन करता है, वो हमेशा कहता है कि विश्वास के द्वारा प्रमाण किया कि परमेश्वर असंभव को संभव करने वाला है. അതുകൊണ്ടാണ് വിശ്വാസികളുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിപ്പിക്കുന്നവരാണ് അവർ. क्योंकि यप्ता का विश्वास योग्यता क्या था? ഈ ഇബ്താഖിന്റെ വിശ്വാസ പ്രമാണം എന്തുവായിരുന്നു? क्योंकि हम लोग 11 अध्याय को देखेंगे तो यप्ता का जो बैकग्राउंड है बहुत खराब रीति से शुरू होता है. അത് 11ാമത്തെ അധ്യായത്തിൽ നോക്കിക്കഴിഞ്ഞാല് ഇബ്താഖിന്റെ ജീവിതത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു ആരംഭമായിരുന്നു. वो वेश्या का बेटा था. അവൻ ഒരു വേശ്യയുടെ മകനായിരുന്നു. और उसके बाद जब
जब गिलाद का पत्नी के द्वारा बच्चा हुआ तो उन लोगों ने यफ्ता को उसको निकाल दिया अपना घर से. അങ്ങനെ ഇബ്താഖ് ജനിച്ച സമയത്ത് തന്നെ അവരെ അവരുടെ ഭവനത്തിൽ ഇറക്കി വിട്ടതായിരുന്നു. तो उसके बाद में वो तोप बोल के एक जगह पर जाता है. जाने के बाद वहां पर एकदम खराब लोगों के साथ में समय बिताता है. അവിടെ നിന്ന് ദൂരദേശത്ത് പോയി അവിടെ വളരെ മോശപ്പെട്ട ആൾക്കാരുമായിട്ട് അവൻ ജീവിച്ചു. हम लोग उसका 11 का 3 पद को पढ़ेंगे. അതിന്റെ 11 അത് മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അങ്ങനെ ഇബ്താഖ് തന്റെ സഹോദരന്മാരെ വിട്ട് തോബ് ദേശത്ത് എന്ന് പാർത്തു. നിസാരന്മാരായ ചിലർ ഇബ്താഖിനോട് ചേർന്ന് അവനുമായി സഞ്ചരിച്ചു. हाँ, यहाँ पर हिंदी में लिखा है कि यफ्ता किसके साथ बिताया? लुच्चे मनुष्यों के साथ ऐसे समय बिताया कहता है. ഇന്ത്യയിൽ ഇങ്ങനെ പറയുന്നത് അവൻ ദുഷ്ട മനുഷ്യരോട് താമസിച്ചു എന്നാണ് പറയുന്നത്. इंग्लिश में लिखा है कि वर्डलेस फेलो, जिसका कोई जीवन का अर्थ नहीं, ऐसे लोगों के साथ. ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതിയേക്കുന്ന വർത്ത്ലെസ് ആൾക്കാരുമായിട്ട് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രയോജനമില്ലാത്ത ആൾക്കാരുമായിട്ട് പോയി താമസിച്ചു എന്നാണ് പറയുന്നത്. और उनके साथ सिर्फ रहता है नहीं, उनका चाल चलन व्यवहार उनका जैसा है. അവിടെ ചെന്നപ്പോ അവന്റെ ജീവിത നിലവാരം അവന്റെ ജീവിത ശൈലി എല്ലാം ഈ നിസ്സാരന്മാരെ പോലെ ആയിത്തീർന്നു. लेकिन जब अमोनी लोग इस्राएल के साथ युद्ध करने के लिए मिस्पा में आया, പിന്നെ ശത്രുക്കൾ ഇസ്രായേൽ മക്കളെ അമോന്യര് യുദ്ധം ചെയ്യുവാനായിട്ട് കടന്നു വന്ന സമയത്ത് तो जो गिलाद वासियों को समझ में आया यफ्ता बहुत ही बड़ा एक योद्धा है, उसको मदद के लिए हमें चाहिए, इस प्रकार का उनका मन में विचार आया. അവിടെയുള്ള ഇസ്രായേലിലെ പ്രമാണികൾക്ക് മനസ്സിലായി നമുക്ക് നല്ല ഒരു വീര്യമുള്ള ശൗര്യമുള്ള ഒരു നേതാവിനെ ആവശ്യമുണ്ടെന്ന് വിചാരിച്ചു. उसके बाद जाकर वो लोग यफ्ता को जाकर रिक्वेस्ट करता है और उसके बाद यफ्ता उनके साथ आता है एक कंडीशन पर कि जब वो मैं विजय होकर आऊंगा तो मैं तुम्हारा प्रधान करूं, मैं तुम्हारा हेड बनूंगा बोल के. അവിടെ ചെന്നിട്ട് അവരോട് സംസാരിച്ചപ്പോൾ ഇബ്താഖ് പറഞ്ഞു, ഞാൻ വരാം, യുദ്ധത്തിന് വേണ്ടി വരാം, യുദ്ധത്തിൽ ജയിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ നായകനായിരിക്കും അതിനുശേഷം എന്ന് അവൻ പറഞ്ഞു. അവർ എഗ്രി ചെയ്തു. उसका ये जो अमोनियों के साथ लड़ाई करने का मेन कारण था, अमोनी जो राजा है वो आकर कहता है कि जब इसराइल लोग मिस्र देश से आया कनान देश में जाने के लिए, उन लोगों ने हमारा जमीन को जबरदस्ती लिया है, इस प्रकार से आकर आरोप लगाता है. ഈ അമോന്യൻ എന്ന് പറയുന്നത് അമോന്യരുടെ രാജാവ് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ പണ്ട് നടന്നു വന്ന സമയത്ത് അവരുടെ രാജ്യം കയറി പിടിച്ചുവെന്ന് അധിക്ഷേപിക്കുന്ന വ്യക്തി ഒരാളാണ് ഈ അമോന്യ രാജാവ്. तो उसके बाद यहाँ पर हम देख पाते हैं कि यफ्ता उससे कहता है कि पूरा विवरण देता है कि इस्राएल लोगों ने कभी भी अमोनियों का जगह नहीं लिया. അവിടെ ഇബ്താഖ് പറയുന്നത് ഇസ്രായേലിന്റെ ആൾക്കാരെ ഒരിക്കൽ പോലും അമോര്യരുടെ ദേശം അവർ കൈവശമാക്കിയിട്ടില്ല. लेकिन फिर भी वो अमोनी जो राजा है वो नहीं सुनता है. എന്നിട്ടും അമോര്യയുടെ രാജാവ് അത് ശ്രവിക്കുന്നില്ല, അത് ശ്രദ്ധിക്കുന്നില്ല. हम लोग 14 पद को पढ़ेंगे, 11 अध्याय का 14 पद. 14 വാക്യം 11:14. ഇബ്താഖ് പിന്നെയും അമ്മോന്യരുടെ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. 15 भी पढ़ेगा. 15 ഇവിടെ അവരോട് പറയിച്ചെന്നാൽ ഇബ്താഖ് ഇപ്രകാരം പറയുന്നു, ഇസ്രായേൽ മോവാബ് ദേശമോ അമ്മോന്യരുടെ ദേശമോ അടക്കിയിട്ടില്ല. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെ സഞ്ചരിച്ചു കാദേശിലെത്തി. यहाँ पर कहता है कि इस्राएल ने किसी का जमीन नहीं लिया है. ഇസ്രായേൽ പറയുന്നു, ഇവിടെ പറയുന്നത് ഇസ്രായേൽ ഒരു ദേശത്തിന്റെയും ഒരു മക്കളുടെയും അവരെ ഭൂമി കൈവശപ്പെടുത്തിയിട്ടില്ല. लेकिन फिर भी अमोनियो लोगों ने ये यफ्ता के बात को नहीं सुना. എന്നാൽ ഈ ഇബ്താഖ് ഇങ്ങനെ അവിടെ രാജാവിനോട് പറഞ്ഞുവെങ്കിലും അമ്മോന്യരുടെ രാജാവ് ഈ ഇബ്താഖ് പറഞ്ഞത് കേട്ടില്ല. और उसके बाद में ये एदोम का राजा भी यफ्ता का बात नहीं सुना. ഏദോമിലെ രാജാവും ഇബ്താഖിന്റെ വാക്ക് കേട്ടില്ല. हम लोग उसका 17 पद में पढ़ते हैं, लेकिन वो पढ़ने की जरूरत नहीं है. लेकिन इसके बाद जब जबरदस्ती जब अमोनी और एदोमी लोग के द्वारा इस्राएल के साथ युद्ध करने के लिए आता है, तो परमेश्वर का आत्मा जो है वो यफ्ता के अंदर में आता है. 17ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവര് ഇസ്രായേൽ മക്കൾ അവരോട് വഴി കൂടെ നടന്നു പോകട്ടെ എന്ന് ചോദിച്ചതൊക്കെ പോലും അവര് അനുവാദം കൊടുത്തില്ല എന്നാണ് പറയുന്നത്. और उसके बाद में परमेश्वर का आत्मा भी यफ्ता के अंदर में आता है. അതിനുശേഷം ഇവിടെ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് ഇബ്താഖിലേക്ക് കടന്നു വന്നു.
और क्योंकि हम लोग पुराना नियम में जानता है कि पुराना नियम में परमेश्वर का आत्मा एक विशेष काम के लिए आता था हमेशा, और काम खत्म करने के बाद फिर चला जाता था। ഇവിടെ നമ്മള് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പഴയ നിയമത്തിൽ ചിന്തിക്കുമ്പോഴ് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പരിശുദ്ധാത്മാവ് വന്ന് ഓരോരുത്തരിൽ ആവർത്തിച്ച് പ്രവർത്തിക്കുകയും പിന്നീട് മടങ്ങിപ്പോവുകയും ചെയ്യുന്ന അവസരം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. और यप्ता ने एक वादा किया परमेश्वर से, हम उसका 29 को पढ़ेंगे. അതിന്റെ 29ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 29. അപ്പോൾ യഹോവയുടെ ആത്മാവ് യിഫ്താഹിന്മേൽ വന്നു, അവൻ ഗിലെയാദിലും മനശ്ശെയിലും കൂടി കടന്നു, ഗിലെയാദിലെ മിസ്ബയിലെത്തി. ഗിലെയാദിലെ മിസ്ബയിൽ നിന്ന് അമ്മോന്യരുടെ നേരെ ചെന്ന് യിഫ്താഹ് യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്നു പറഞ്ഞത്. यहाँ पर जो सबसे ज्यादा हमको ध्यान देने वाली बात वो 30 पद है. 30ാമത്തെ വാക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട काര്യം. बहुत ही हमारे जीवन में अंकल am I audible? Yeah. Okay, I can hear you. Now no. अभी नहीं सुनते. 30 पद में कहता है अंकल am I? now it's okay. कभी-कभी कट हो जाता है. I think your video is frozen. Am I audible? Yeah, now it is correct. Okay. और 30 पद जो है वो यप्ता का जीवन का सबसे सर्वश्रेष्ठ पद है. ये 30ാമത്തെ വാക്യം യിഫ്താഹിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ്. वहां पर इस प्रकार से कहता है कि जब वो परमेश्वर का आत्मा यप्ता के अंदर में आता है तो कहता है कि 30 पद को मैं पढ़ता, और यप्ता ने ये कहकर यहोवा से मन्नत मानी, यदि तू निसंदेह अमोनी को मेरे हाथ में कर देगा. तो 30 पद में कहता है कि जो कोई कुशल के साथ अमोनियों के पास से लौट आऊं, तब जो कोई मेरे भेंट के लिए मेरे घर के द्वार से निकले वो यहोवा का ठहरेगा. അവന് ഒരു വലിയ തീരുമാനമാണ് എടുത്തത്. ഞാൻ അമോന്യരുടെ ഇടയ്ക്കൽ പോയിട്ട് അവരെ യുദ്ധത്തിന് ജയിച്ച് മടങ്ങി വരുമ്പോൾ എന്റെ ഭവനത്തിൽ നിന്ന് എന്നെ സ്വീകരിക്കാൻ വരുന്ന ആരാന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാലും ഞാൻ അതിനെ യഹോവയ്ക്ക് യാഗം കഴിക്കും. जो यहोवा का जो शब्द जो है वो परमेश्वर ने उसके शब्द को बहुत ही सम्मान किया. ഈ യിഫ്താഹിന്റെ ശബ്ദത്തെ ദൈവം അത് വളരെ മാനിച്ചു. इसीलिए परमेश्वर कहता है कि जो मुझे सम्मान देता है मैं उनको सम्मान देता हूं. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് എന്റെ വചന എനിക്ക് വേണ്ടി ആര് പ്രതിജ്ഞ എടുക്കുന്നുവോ അവരുടെ കാര്യങ്ങൾ ഞാൻ നോക്കുമെന്നുള്ളത്. हाँ, और यहाँ पर उसने अपना दिल के बात बोला, परमेश्वर यदि तू मुझे विजय देगा तो मेरे घर जब मैं वापस आके मेरे घर में से जो भी निकलेगा वो यहोवा का ठहरेगा. അതുകൊണ്ടാണ് യിഫ്താഹ് പറഞ്ഞത്, ഞാൻ അമോന്യരോട് ഇരിക്കെ പോയി യുദ്ധം ചെയ്തിട്ട് മടങ്ങി വരുമ്പോൾ എന്നെ സ്വീകരിക്കുവാൻ വരുന്ന എന്തായാലും ആരായാലും അവരെ ഞാൻ ദൈവത്തിന് യാഗം കഴിക്കും. यप्ता को मालूम है उसको बहुत नुकसान होगा. യിഫ്താഹിന് അറിയാം അവന് വലിയ നാശങ്ങൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നുള്ളത്. क्योंकि उसका घर से कौन निकलेगा? അവന്റെ ഭവനത്തിൽ നിന്ന് ആരാണ് ഇറങ്ങി വരുന്നത്? कोई पड़ोसी वाला नहीं निकलेगा उसका घर से. അവന്റെ ഭവനത്തിൽ നിന്നും ആ പർവ്വതത്തിലുള്ള ആരും ഇറങ്ങി വരത്തില്ല. No, neighbor will not come from his house. അവന്റെ ചുറ്റുപാടുമുള്ള അയൽവാസികൾ ഇറങ്ങി വരത്തില്ല. उसका घर का सदस्य लोग ही बाहर आएगा. അവന്റെ ഭവനത്തിലുള്ള ആൾക്കാർ, താമസിക്കുന്ന ആൾക്കാർ മാത്രമേ അവനെ എതിരേൽക്കാൻ വരത്തുള്ളൂ എന്നുള്ളത് യിഫ്താഹിന് അറിയാമായിരുന്നു. और यप्ता को ये भी मालूम है उसका संतान है, यप्ता का बच्चे, यप्ता को ये भी मालूम है. യിഫ്താഹിന് ഇതും അറിയായിരുന്നു അവന്റെ കുഞ്ഞുങ്ങളായിരിക്കും ഇറങ്ങി വരുന്നെന്നുള്ളത്. और एक पापा को दूर से देखेगा तो सबसे पहले बच्चे लोग दौड़कर आएगा, ये भी मालूम है. പപ്പ ദൂരത്തു നിന്ന് വരുന്ന കാണുമ്പോൾ അവരെ എതിരേൽക്കാൻ തക്കൊണ്ട് മക്കൾ ഇറങ്ങി ഓടി വരും എന്നുള്ളത് അവന് നല്ലതുപോലെ അറിയാമായിരുന്നു. अभी मेरा 2 बच्चे हैं, जब भी मेरा बाइक का आवाज सुनेगा तो रूही और जैशन आके पापा पापा करके सबसे पहले वो दोनों बाहर आता है. ജോയ് ബ്രദറിന്റെ 2 കുഞ്ഞുങ്ങളുണ്ട്. ആ മോട്ടോർ സൈക്കിളിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്റെ പപ്പ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇറങ്ങി ഓടി വരും. तो कहने का मतलब है यप्ता को ये सारी बातें मालूम है. जो परमेश्वर के साथ उसका कमिटमेंट है वो उसको बहुत ही ज्यादा भारी होने वाला है. യിഫ്താഹിനെ ഈ തീരുമാനം എടുത്തപ്പോൾ നല്ലതുപോലെ അറിയാമായിരുന്നു ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തനിക്ക് വളരെ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത്. क्योंकि यप्ता को यह भी मालूम है इसके बाद जब भी परमेश्वर की आत्मा के द्वारा उसके बारे में बताया जाएगा वो बहुत ही लोग विश्वासियों के लिए या आने वाला पीढ़ी के लिए बहुत ही वो महत्वपूर्ण होगा. ये बात भी मालूम है. അവന് ഈ കാര്യങ്ങളും യിഫ്താഹിന് അറിയാമായിരുന്നു. അവൻ ചെയ്യാൻ പോകുന്ന ഈ കാര്യങ്ങൾ പിന്നീടുള്ള
ജനങ്ങൾക്കും അല്ലെങ്കിൽ വരുവാൻ പോകുന്ന തലമുറയ്ക്കും ഈ കാര്യങ്ങൾ വളരെ നല്ലപോലെ വിലയുള്ളതാണെന്ന് അറിയാമായിരുന്നു. इसीलिए उसने वो कमिटमेंट किया जो यहोवा को दे सकता है. അതുകൊണ്ട് അവന് ദൈവത്തിനെ കൊടുക്കാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ കാര്യങ്ങൾ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. क्योंकि उसको मालूम है कि परमेश्वर को ऐसे कुछ भी नहीं है जो परमेश्वर का नहीं है, सब कुछ परमेश्वर का है, उसको मालूम है. ദൈവത്തിന് ഉള്ളത് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ നമുക്കുള്ളത് എന്താണെന്നുള്ളത് ദൈവത്തിന് നല്ലതുപോലെ അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവന് കൊടുക്കാമെന്ന് പറഞ്ഞത്. क्योंकि उसको मालूम था कि परमेश्वर जो कुछ मुझे दिया है वो परमेश्वर का है. അവൻ ഇത് നല്ലതുപോലെ അറിയാമായിരുന്നു. എനിക്ക് തന്നതൊക്കെ ദൈവം തന്നതാണെന്ന് അവൻ അറിയാമായിരുന്നു. इसीलिए उसको मालूम था कि उसको ये बात कि मेरे जीवन के विश्वास के बारे में जब कोई व्यक्ति इस्राएली जो आएगा नेक्स्ट जनरेशन, उनको ये बात पता होना चाहिए कि कमिटमेंट का मतलब क्या होता है. ഞാൻ ഇപ്രകാരം ഇത് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് വരുവാൻ പോകുന്ന അടുത്ത തലമുറയ്ക്കും യഹോവയ്ക്ക് നേർച്ച നേരുക കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് അവർ മനസ്സിലാക്കണം. विश्वासी जीवन में कोई विश्वास का लेगेसी नहीं छोड़ता है. विश्वासी जीवन में कोई लेगेसी नहीं जो आप आपका बच्चों को दे सकता है, ऐसा कोई लेगेसी नहीं है. വിശ്വാസ ജീവിതത്തിലെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നിർബന്ധമായിട്ടില്ല. അവന്റെ മക്കളെ നമുക്ക് കൊടുക്കണമെന്നൊന്നും എഴുതിയിട്ടില്ല. लेकिन गवाही को जीकर उनको दिखा सकता है. എന്നാൽ സാക്ഷ്യങ്ങൾ വരുമ്പോൾ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. क्योंकि अगर एक पिता अच्छा मसीही जीवन का साक्षी एक जीवन जिएगा तो उसका बेटा भी उसके पिताजी का जीवन का गवाही को देखकर वो परमेश्वर के समर्पण हो सकता है. ഒരു മനുഷ്യനെ അവൻ നല്ല സാക്ഷ്യമുള്ളവരായിട്ട് ജീവിക്കുമെന്ന് കഴിഞ്ഞാല് അവന്റെ മക്കൾ വരുമ്പോഴും അവർ ആ പിതാവിന്റെ സാക്ഷ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനിടയാവും. क्योंकि मेरा विश्वास मैं मेरे बच्चों को नहीं दे सकता. ജോയ് ബ്രദർ പറഞ്ഞ തന്റെ വിശ്വാസം തന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് ഒക്കത്തില്ല. लेकिन विश्वास के द्वारा जो मैं जीवन जिएगा उनको दिखा सकता हूँ. എന്നാൽ വിശ്വാസത്താൽ ചെയ്യുന്ന പ്രവൃത്തി അവരെ കാണിച്ചു കൊടുക്കുവാനായിട്ട് കഴിയും. क्योंकि यफ्ता को मालूम है इसराइल के साथ यफ्ता के पहले बहुत सारा न्याय आ चुका है. बिफोर यफ्ता देयर वर मेनी जजेस. യിഫ്താഹിന് നല്ലപോലെ അറിയായിരുന്നു. യിഫ്താഹ് വരുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിൽ അനേക ന്യായാധിപന്മാരുണ്ടായിരുന്നു. उनका कमिटमेंट देखने के बाद भी फिर भी इसराइल बार बार पाप करने लगा. അവരുടെ വിശ്വാസ ജീവിതം കണ്ടതിന് ശേഷവും ഇസ്രായേൽ മക്കൾ വീണ്ടും വീണ്ടും പാപങ്ങൾ ചെയ്യാൻ തുടങ്ങി. लेकिन यफ्ता ने जो कदम उठाया वो उसका जैसा किसी न्यायी ने कदम नहीं उठाया. യിഫ്താഹ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ന്യായാധിപന്മാരുടെയും അവരുടെ ചുവടുകളെ എടുക്കുവാനായിട്ട് മുന്നോട്ട് വന്നില്ല. इसीलिए परमेश्वर ने भी जो 10 साल राज किया, 10 साल न्याय किया, उसके लिए खाली 2 पद इस्तेमाल किया. और यफ्ता जो 6 साल न्याय किया उसके गवाही लिखा कितना पन्ना में, उसका 47 वर्सेस को लिया. അതുകൊണ്ടാണ് ദൈവം ആ 10 വർഷം സംവത്സരം ജീവിച്ചിരുന്ന ആളിനെ കുറിച്ച് പറഞ്ഞത് ഒറ്റ വാക്യത്തിൽ പറഞ്ഞു നിർത്തിയപ്പോൾ യിഫ്താഹ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുവാനായിട്ട് അവന്റെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് പറയുവാനായിട്ട് 47 വാക്യം എടുത്തു. अगर परमेश्वर आज हमारा जीवन का गवाही लिखेगा तो कितना पैराग्राफ, कितना लाइन होगा, कितना पैराग्राफ होगा, ये सोचने वाली बात है. വെരി ഗുഡ്. ഇന്ന് നമ്മളുടെ ജീവിതത്തിന്റെ സാക്ഷ്യത്തെ കുറിച്ച് കർത്താവ് എഴുതുവാൻ തുടങ്ങി കഴിഞ്ഞാല് എത്ര വാചകം എഴുതും, അല്ലെ എത്ര സെന്റൻസ് എഴുതും, അല്ലെ എത്ര പാരഗ്രാഫ് എഴുതും. इन दिनों में मैं ये गवाही के बारे में मैं क्या गवाही लोगों को दे सकता हूँ, दिखा सकता हूँ, इसके बारे में बहुत चिंता कर रहा हूँ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസന് നമ്മളുടെ ജീവിതത്തിന്റെ വിശ്വാസത്തെ കുറിച്ച് എങ്ങനെ പ്രവൃത്തിയിൽ കാണിക്കാമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. उसका पीछे के 2 कारण है. അതിന്റെ പുറകിൽ 2 കാരണങ്ങളുണ്ട്. एक तो मैं नॉर्मली मैं फुटबॉल खेलने जाता हूँ, तो फुटबॉल खेलने के समय में मेरा घुटना जो है वो स्प्रेन हो गया. താനെ ഫുട്ബോൾ കളിക്കാനായിട്ട് പോകും. ഇപ്രാവശ്യം ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ തന്റെ കാലിൽ ഒരു സ്പ്രെയിൻ അല്ലെങ്കിൽ ഒരു ഞരമ്പ് ഉളുക്കി. तो उसके बाद वो थोड़ा रेस्ट किया, 1 महीना जैसा ठीक हुआ. അത് 1 മാസത്തോളം ഇരുന്നതിന് ശേഷമാണ് അത് ശരിയാക്കിയത്. लेकिन मैं फिर जैसे कोरोना से भी रिकवर होने के बाद मैं बाहर गया. കൊറോണ കഴിഞ്ഞതിന് ശേഷം താൻ വീണ്ടും വെളിയിലോട്ട് പോയി. एक दिन मैं बाइक में आ रहा था. ഒരു ദിവസം ഈ ബൈക്കിൽ വരികയായിരുന്നു. अचानक एक नारियल मेरा पैर में आके गिरा. किधर? कोकोनट फॉल ऑन माय लेग. കർത്താവിന്റെ ദാസന്റെ കാലില് ഒരു തേങ്ങ വീഴുവാനായിട്ട് ഇടയായി. तो मैं अचानक सोचने लगा. അത് അവിചാരിതമായിട്ട് ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. I put हेलमेट വെച്ചിട്ടുണ്ട്. लेकिन वो जो नारियल जो है वो ठीक वही घुटना में आकर गिरा जहां पर स्प्रेन हुआ था. കഴിഞ്ഞ പ്രാവശ്യം പന്ത് കളിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്ന വേദന ഉണ്ടായ അതേ സ്ഥലത്ത് തന്നെ ആ തേങ്ങ വന്ന് വീണു.
तो मैं इस प्रकार से सोचने लगा ऐसा क्यों हुआ है। ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ഇതെന്താണ് ഇങ്ങനെ വരാൻ കാര്യം. तो इसके बाद में यह है कि लाइफ इज वेरी शॉर्ट. അതിനുശേഷം ഇങ്ങനെ ഓർത്തു ജീവിതം എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. कभी भी कुछ भी हो सकता है. അവിടെ ഏത് സമയത്തും എന്തും സംഭവിക്കാം. कभी भी हमारा रोल कॉल हो सकता है. എപ്പം വേണമെങ്കിലും നമ്മൾക്ക് നമ്മളുടെ ഡൗൺഫോൾ അല്ലെങ്കിൽ നമ്മുടെ വീഴ്ച ഉണ്ടാകാം. नहीं हमारा बुलाहट रोल कॉल हो सकता है, बुलाहट हो सकता है. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ വിളി സ്വർഗത്തിൽ നിന്നുണ്ടാകാം. लेकिन उससे पहले क्या गवाही हम इस दुनिया में छोड़ेगा, ये इंपॉर्टेंट है. അതിനു മുമ്പേ നമ്മൾ ഏത് സാക്ഷ്യമാണ് ഈ ലോകത്തിൽ വെച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. केरला में जब मैं केरला में सेवा के लिए आया तो एक परमेश्वर का दास ने मेरे जीवन को बहुत ही प्रभावित किया है. താൻ കേരളത്തിലേക്ക് വേല ചെയ്യാനായിട്ട് വന്നപ്പോഴ് ഒരു ദൈവത്തിന്റെ ദാസൻ തന്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തി. उसका नाम नहीं लूंगा, लेकिन वो सिलीगुड़ी में सेवा करता है. സിലിഗുരിയിൽ സേവ ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസനാണ്, ഞാൻ പേര് പറയത്തില്ല. क्योंकि उसके बारे में हम लोग ऐसे सुनते हैं कि वो पूरा नॉर्थ ईस्ट को उसने सेवा में, ऐसे भी नॉर्थ ईस्ट में जगह नहीं है जहां उसने अपना पैर को नहीं रखा. ആ ദൈവത്തിന്റെ ദാസനെ കുറിച്ച് കേൾക്കുന്നത് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന 7 സ്റ്റേറ്റുകളില് താൻ പ്രവർത്തിച്ചു, തന്റെ കാൽപാദം പറ്റാത്ത ചെല്ലാത്തതായിരിക്കുന്ന ഒരു പ്രദേശങ്ങളും ഇല്ല. तो मैंने उसके बारे में हम लोग बाइबल स्कूल में भी बहुत सुना. ബൈബിൾ സ്കൂളിൽ വെച്ച് കർത്താവിന്റെ ജോയ് ബ്രദർ ആ വ്യക്തിയെ കുറിച്ച് വളരെ കേട്ടിട്ടുണ്ട്. तो जब मैं केरल में आया तो मेरे मन में मैं परमेश्वर से एक ही बात किया कि प्रभु एक मलयाली व्यक्ति इधर में जाकर नॉर्थ ईस्ट में सेवा कर सकता है, कोना कोना में. तो एक हिंदी बोलने वाला नॉर्थ ईस्ट जाकर केरला का हर एक कोना में हिंदी में क्यों अपना पैर को रखकर सेवा नहीं कर सकता. വന്ന സമയത്ത് എങ്ങനെയാണ് ചിന്തിച്ചത്, മലയാളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒരാള് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഇത്രയും വേല ചെയ്യുവാനായിട്ട് കഴിയുമെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരാള് കേരളത്തിന്റെ മണ്ണിൽ വന്നിട്ട് കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തും ഒന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു ചിന്തിച്ചു. तो उसका गवाही जो है मुझे बहुत ही प्रभावित किया. ആ സഹോദരന്റെ സാക്ഷ്യ ജീവിതം തന്നെ വളരെ ഉത്തേജിപ്പിച്ചു. और परमेश्वर ने उसकी गवाही को देखकर मुझे सेवा में बहुत ही पुशअप किया, बहुत ही एनकरेजमेंट मिला. അത് ആ സഹോദരൻ തന്നെ ജീവിതത്തിൽ സഹോദരന്റെ ജീവിതത്തിൽ ഒരുപാട് പുഷ് ചെയ്തു. उसी प्रकार से आपका और मेरा जीवन भी एक गवाही का जीवन है, जो किसी ना किसी के लिए वो आत्मिक जीवन में उन्नति का कारण है. നമ്മളുടെ ഒക്കെയും ജീവിതം തന്നെ അതിന്റെ സാക്ഷ്യം ഒരാൾക്ക് അല്ലെങ്കിൽ വേറൊരാൾക്ക് അവരുടെ സാക്ഷ്യ ജീവിതത്തിന് വളരെ ഉത്തേജനമായിരിക്കണം. क्योंकि यप्ता के बारे में हम सुनते वो वेश्या का पुत्र और एकदम लुच्चे लोगों के साथ समय बिताया पहले. ഈ യിഫ്താഹിനെ കുറിച്ച് പറയുന്നത് അവൻ വളരെ മോശപ്പെട്ടവരുടെ സാധാരണക്കാരുടെ ജീവിച്ചു എന്നാ പറഞ്ഞേക്കുന്നത്. उसका बैकग्राउंड भी जैसे क्या कि मैं ये परमेश्वर का आत्मा को पूछने का हमें कोई अधिकार नहीं, लेकिन ऐसा क्यों शुरू किया बोल के कभी कभी मन में विचार आता है. അത് അവന്റെ നേരത്തെയുള്ള പശ്ചാത്തലം തന്നെ ചിന്തിക്കുകയാണെങ്കിൽ അത് പലപ്പോഴും അത് മനസ്സിൽ ഇങ്ങനെ തട്ടി വരുന്നുണ്ട്. क्योंकि वो कैसे शुरू करता है. एक पद को पढ़िएगा अंकल, 11 अध्याय का एक पद. 11ാം അധ്യായത്തിലെ ഒരു വാക്യം വായിക്കാം. 11ന്റെ 1ാമത്തെ വാക്യം. ഗിലെയാദ്യനായ യിഫ്താഹ് പരാക്രമശാലി എങ്കിലും വേശ്യാപുത്രനായിരുന്നു. യിഫ്താഹിന്റെ काफी है. वहां पर जो परमेश्वर का आत्मा जो यप्ता के बारे में जो इंट्रोडक्शन दिया कि एक साधारण व्यक्ति के लिए वो उतना उचित नहीं है अगर समाज में देखेगा तो. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന 1ാമത്തെ വാക്യം തന്നെ ഒരു സാധാരണപ്പെട്ട വ്യക്തിക്ക് ഉചിതമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. क्योंकि परमेश्वर का आत्मा हमेशा हमें उसकी उस बुराई को भी बताता है और अच्छा को भी बताता है, ताकि हमारे जीवन में उस व्यक्ति को एग्जाम्पल करके रखता है. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളെ കുറിച്ച് എഴുതുമ്പോൾ അവരുടെ നല്ല കാര്യങ്ങളും അവരുടെ മോശപ്പെട്ട കാര്യങ്ങൾ രണ്ടും വചനത്തിൽ എഴുതി വെക്കും. കാരണം അത് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ രണ്ടിലും ഏത് നല്ലത് തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയാണ്. जब मूसा की मृत्यु के बाद, മോശയുടെ മരണത്തിന് ശേഷം, जब यर्दन नदी पार करने का समय आया, യോർദാൻ നദി കടക്കേണ്ടതായിരിക്കുന്ന സമയം വന്നപ്പോൾ यहोशू ने लोगों को कहा अपने आप को शुद्ध करो, क्योंकि कल परमेश्वर बहुत अद्भुत काम करने वाला है. അവൻ മോശ ഇപ്രകാരം പറഞ്ഞു, എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക, ദൈവം നാളെ നമ്മുടെ മധ്യത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ പോകുകയാണ്. जोशुआ പറഞ്ഞു सॉरी. उसका हम लोग 3रा अध्याय में आएंगे. यहोशू उसका 3रा अध्याय में आएंगे.
जोशुआ चैप्टर 3 देखा। 1 minute. वहां पर इस प्रकार से लिखा है, चैप्टर 3 वर्स 5। आई विल रीड इन इंग्लिश एंड हिंदी। Then Joshua said to the people, consecrate yourself, for tomorrow the Lord will do wonders among you. യോശുവയുടെ പുസ്തകത്തില് അവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, ദൈവം നമ്മുടെ മധ്യത്തിൽ നാളെ അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് പോവുകയാണ്. इसलिए अपने आप को शुद्ध करो, पवित्र അതുകൊണ്ട് करो। എല്ലാവരും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാനായിട്ട് പറഞ്ഞു. यहाँ पर जो परमेश्वर का आत्मा आज हमसे बात करना चाह रहा है कि आपने कल तक क्या जिया वो इम्पोर्टेंट नहीं है। ഇന്നലെ വരെ നാം എന്തു ചെയ്തെന്നുള്ളതാണ് അല്ല നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടുള്ള കാര്യം. लेकिन परमेश्वर का आत्मा हमेशा कहता है क्या अभी से गवाही बनकर जीने के लिए तैयार है क्या, ये हमेशा सवाल है। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രത്യേകം പറയുന്നത് ഇന്നു മുതല് കർത്താവിന്റെ സാക്ഷ്യമുള്ളവനായിട്ട് ജീവിക്കുവാനായിട്ട് നീ തയ്യാറാണോ എന്നുള്ളതാണ്. कल का बात को सोचकर कुछ फायदा नहीं, वो चला गया, दोबारा नहीं आएगा। ഇന്നലെ വരെയുള്ള കാര്യങ്ങളെ കുറിച്ച് നീ മറക്കുക, അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. लेकिन यदि अब से तैयार है तो एक गवाही जीवन जी सकता है। ഇന്നു മുതല് നമ്മൾ തയ്യാറെടുക്കുകയാണെങ്കിൽ ഒരു വിശ്വാസ ജീവിതം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. जो विश्वासी अपना अतीत में, the believer who dwell in the past will not progress in the future, in the present. തന്റെ പഴയ കാര്യങ്ങളെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അവന്റെ ഭാവി കാര്യങ്ങളെ കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് തീരുവാൻ കഴിയത്തില്ല. इसीलिए यहोशू उनको कहता है कि मूसा के द्वारा परमेश्वर ने क्या किया, लाल समुद्र को धो किया, उन सबको भूल जाओ। അതെ, അതുകൊണ്ടാണ് യോശുവ ഇവിടെ പറയുന്നത്, മോശ മുഖാന്തരം നമ്മള് ചെങ്കടൽ കടന്നു വന്നവരാണല്ലോ, അത് നമ്മൾ മറക്കുക, നമ്മൾ പുതുതായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക. बाइबल में ऐसा नहीं लिखा है, वो मेरा एक्सप्लेनेशन है। ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ല, നമ്മൾ കർത്താവിന്റെ ദാസന്റെ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞത്. अब लेकिन यहोशू बोलता है जैसे लाल सागर को लोग पार किया 2 बार में, हम लोग ऐसे ही ये जो जनरेशन भी एक से एक नदी को पार करने के लिए जा रहा है। അത് പറഞ്ഞത് കഴിഞ്ഞ തലമുറ അല്ലെ മോശയുടെ സമയത്ത് ചെങ്കടൽ കടന്നവർ വന്നത് നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇനിയും നമുക്ക് ഒരു സമുദ്രം കടക്കുവാനായിട്ടുണ്ട് എന്നുള്ളത് പുതിയ തലമുറയോട് പറയുകയാണ്. लेकिन उसके लिए तुमको एक काम करना पड़ेगा, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്, अपने आप को पवित्र करो। നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ പവിത്രരാക്കി തീർക്കുക. अगर शुद्ध करेगा तो परमेश्वर के अद्भुत काम तुम्हारा जीवन में होगा। നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതകരമായിരിക്കുന്ന ജീവിതം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. बहुत सारा विश्वासी को मैं जानता हूँ, वो सिर्फ दूसरों के जीवन के परमेश्वर के आशीष को गिनता है, लेकिन अपने जीवन में कुछ नहीं है। ചില അനേക വിശ്വാസികളെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നത് അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വന്നതായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവർ എണ്ണി നോക്കും, പക്ഷെ അവരുടെ ജീവിതത്തെ കുറിച്ച് യാതൊന്നും പറയുവാനായിട്ടില്ല. If you allow them to count the wonder work that God has done in the life of another believer, they can count many wonders work. But if you tell them to count in your life, there is no wonders at all. മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുറിച്ച് നമ്മൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ അനേക അത്ഭുത കാര്യങ്ങൾ നമുക്ക് പറയുവാനായിട്ട് കഴിയും, പക്ഷെങ്കിൽ അതല്ല കാര്യം. നമ്മുടെ ജീവിതത്തിൽ എന്തോ ഉണ്ടായി, എന്തുണ്ട് എന്നുള്ളത് പറയുവാനായിട്ടാണ് കാര്യമായിട്ടിരിക്കുന്നത്. पौलुस जब उसका आखिरी जब पत्री में आता है, പൗലോസ് തന്റെ അവസാനത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ वो तिमोथी को एक शब्द बोलता है। അത് തിമോത്തിയോസിനോട് ഒരു കാര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. दूसरा तिमोथी 2 തിമോത്തിയോസ് उसका दूसरा अध्याय, രണ്ടാമത്തെ അധ്യായത്തില് उसका हम लोग 21 पद को पढ़ेंगे। അതിന്റെ 21ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2 തിമോത്തിയോസ് 2ാം അധ്യായത്തിന്റെ 21ാമത്തെ വാക്യം. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. यस, यहाँ पर कहता है कि यहाँ पर वो कहता है कि जो बर्तन पवित्र ठहराएगा स्वामी का काम आएगा. അവിടെ പറഞ്ഞേക്കുന്നത് അങ്ങനെ പവിത്രനായി തീർന്നാൽ സ്വാമിയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പാത്രമായിട്ട് മാറാനായിട്ട് കഴിയും. वहां पर 3 बातें कहा है. അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. पहला वो आदर का बर्तन होगा, आदर, ऑनरेबल वेसल. അവിടെ ഒന്നാമത് പറയുന്നത് റെസ്പെക്റ്റബിൾ കാര്യങ്ങൾ ആളിനെ കുറിച്ചുള്ള കാര്യമാണ്. और दूसरा वो पवित्र ठहराएगा, അവർ വിശുദ്ധമായി തീരും. और स्वामी का काम आएगा. ये सबसे इंपॉर्टेंट है. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിന് കൊള്ളാവുന്ന മാനപാത്രമായി തീരും. यहाँ पर इंग्लिश में लिखा है कि he will be a vessel for honorable use, set apart as holy,
useful to the master of the house, ready for every good work. എല്ലാ നല്ല പ്രവർത്തനത്തിനും ഒരുങ്ങുവാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ മാനപാത്രങ്ങളായിട്ട് അങ്ങനെയുള്ളവർ വിശദീകരിക്കുന്നവരായി തീരുമെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത്. जो भी स्वामी जिस दास को इस्तेमाल करता है उस दास के विषय में स्वामी लिख सकता है. पढ़न जो भी सर्वेंट स्वामी यानी कि मालिक के हाथ में इस्तेमाल होता है वही सर्वेंट के बारे में मालिक गवाही दे सकता है. ഏത് യജമാനന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ കൊള്ളാവുന്ന ഉപയോഗപ്പെടുത്തുന്ന ആളിനെ കുറിച്ചാണ് ആ യജമാനൻ അവന്റെ വിശ്വാസ യോഗ്യതയെ കുറിച്ച് പറയുന്നത്. लेकिन आज हमारे लिए सवाल है, നമ്മളെ സംബന്ധിച്ചോളം ഇന്നൊരു ചോദ്യമുള്ളത്, क्या हम स्वामी के हाथ में उपयोगी है क्या? നമ്മള് ദൈവത്തിന്റെ അല്ലെങ്കിൽ നമ്മളുടെ യജമാനന്റെ ഉപയോഗത്തിലാണോ ആയിരിക്കുന്നത്? यप्ता के बारे में 47 verses. യഫ്താഹിനെ പറ്റി 47 വാക്യങ്ങളുണ്ട്. पूरा लंबा चौड़ा. ഒത്തിരി വലുതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് യിഫ്താഹിനെ കുറിച്ച്. लेकिन जो यप्ता से ज्यादा राज के उनके लिए खाली 2 पद. അതിനുശേഷം വന്ന രാജാവിനെ കുറിച്ച് 2 വാക്യങ്ങൾ മാത്രം. 10 साल इस्राएल का सेवा किया. അവൻ 10 വർഷം ഇസ്രായേലിനിടയ്ക്ക് പ്രവർത്തിച്ചവനാണ്, ന്യായപാലനം ചെയ്തവനാണ്. लेकिन 2 पद में खत्म किया. 2 വാക്യത്തിൽ അവന്റെ ചരിത്രമേ അവിടുന്ന് എഴുതി തീർത്തു. लेकिन हमारा जीवन में ज्यादा लाइन या ज्यादा पैराग्राफ का गवाही नहीं चाहिए. നമ്മുടെ ജീവിതത്തിൽ വലിയ നീളത്തിലുള്ള പാരഗ്രാഫ് ഒന്നും വേണ്ട. एक ही लाइन काफी है. ഒരു ലൈൻ തന്നെ കൂടുതലാണ്. मेरा विश्वास योग्य दास. എന്റെ വിശ്വാസത്തിന്റെ യോഗ്യത, വിശ്വാസത്തിന്റെ വേല. विश्वास योग्य दास. എന്റെ വിശ്വാസ യോഗ്യനായിരിക്കുന്ന ദൈവത്തിന്റെ ദാസൻ. ये शब्द हमारे जीवन में काफी है प्यारे मित्रों. ഈ വാക്ക് തന്നെ ഈ പ്രശംസ തന്നെ കൂടുതലാണ് പ്രിയപ്പെട്ടവരെ. मैं अपना संदेश को अभी विराम देना चाह रहा हूँ. ഇത് എന്റെ മെസ്സേജ് ഇവിടെ നിർത്തുവാൻ പോവുകയാണ്. लेकिन मैं 3 सवाल पूछूंगा. ഒരു കാര്യം മാത്രം ചോദിച്ചുകൊള്ളട്ടെ. 3 കാര്യങ്ങൾ ചോദിച്ചുകൊള്ളട്ടെ. पहला है कि क्या आपका जीवन में परमेश्वर ने वो अद्भुत काम किया जो परमेश्वर करना चाहता है? ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന അത്ഭുത കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുണ്ടോ? उस अद्भुत काम को आपने देखा? കർത്താവിന്റെ ഏതെങ്കിലും അത്ഭുത പ്രവർത്തനങ്ങൾ നീ കണ്ടിട്ടുണ്ടോ? क्या परमेश्वर को अद्भुत काम कराने के लिए आपका जीवन तैयार है? ദൈവത്തിന് വേണ്ടി അത്ഭുത കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നിന്റെ ജീവിതം, നിന്റെ ഹൃദയം തയ്യാറാണോ? Your past introduction and background is not important. നിന്റെ പഴയകാല ചരിത്രങ്ങളല്ല ഇവിടെ പ്രാധാന്യമുള്ളത്. But the question here is that are you ready now or today? അത് ചോദ്യം എന്ന് പറയുന്നത്, ഇന്ന് നീ അതിനുവേണ്ടി തയ്യാറാകുന്നോ? God is always ready to use us. ദൈവം ഏത് സമയത്തും അങ്ങനെ ചെയ്യുവാൻ തക്കവണ്ണം അവൻ തയ്യാറായിരിക്കുകയാണ്. But are we available for the master use? ദൈവത്തിന് വേണ്ടി നമ്മൾ തയ്യാറാണോ? परमेश्वर हमें मदद करे, सहायता करे. आज से हमारा जीवन में परमेश्वर का अद्भुत काम को प्रकट करने वाला गवाही जीवन होने के लिए परमेश्वर के नाम की महिमा. ഇന്നു മുതൽ ദൈവത്തിന് വേണ്ടി അത്ഭുത കാര്യങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം, വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.